ഞാൻ റേഷൻ കടയിൽ പോയ വഴിക്ക് ഒരു വൈറ്റ് കളർ നാടൻ ബോഗൻവില്ല കണ്ടു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ 2 കമ്പ് അവരോട് ചോദിച്ച് വാങ്ങിട്ടോ. അപ്പം ഞാൻ ഇവിടെ വീട്ടിൽ വയലറ്റ് കളറ് നാടൻ ഒരു ബോഗൻവില്ല ഞാൻ താഴെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യമേക്ക് വൈറ്റ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിക്കുന്നത്. അപ്പം ഞാനതൊന്ന് ചെയ്യാണ്. അപ്പം അതിനായിട്ട് നമ്മൾ അതിൻ്റെ കമ്പ് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ അതിൻ്റെ താഴെ വശം 2 സൈഡ് ഇങ്ങനെ ചെത്തി കൊടുക്കണം കേട്ടോ. ചെത്തി കൊടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ വി ആയിട്ട് മറ്റേ പിങ്ക് കളറിൻ്റെ ബോഗൻവില്ല ഇങ്ങനെ പിളർത്തിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പിന് നന്നായിട്ട് ചുറ്റി വരഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ നാളുണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പം താഴെ നട്ട് ശരിക്കും എൻ്റെ കടയ്ക്ക് നല്ല കട്ടി വരാൻ വേണ്ടി ഞാൻ കൊമ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പ്രൂണിങ് ചെയ്ത് നിർത്തിയേക്കാണ് കേട്ടോ. അധികം പൊക്കം വെച്ച് വിടാണ്ട് എനിക്ക് നല്ലൊരു പൂമരം ആക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നട്ട് വെച്ചേക്കണത്. ഞാനിതിപ്പോൾ 2-3 വർഷമായിട്ടാണ് നട്ടേക്കണു. കഴിഞ്ഞ വർഷമൊക്കെ ഇതുമ്പോൾ പൂവുണ്ടായതായിരുന്നു. അപ്പോൾ ഞാൻ പൂവുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനത് ശരിക്കും കട്ട് ചെയ്ത് പൊക്കം കുറച്ച് നിർത്തി കഴിഞ്ഞാലുള്ള ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കടയ്ക്ക് നല്ല വണ്ണം ഉണ്ടായിക്കോളും. അപ്പോൾ ഇങ്ങനെ മറയില്ല. കട നല്ല കട്ടിയായിട്ട് നിൽക്കുമ്പോൾ ഒത്തിരി മുകളിൽ പൂക്കളൊക്കെ ഉണ്ടായി ഇങ്ങനെ ഒത്തിരി ശിഖരങ്ങൾ ഉണ്ടായാലും കടയ്ക്ക് നല്ല കെൽപ്പുണ്ടാവും കേട്ടോ. ഞാൻ അതിന് വേണ്ടി വരുന്ന കൊമ്പ് പൂ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഞാനത് കട്ട് ചെയ്ത് കുറ്റിയാക്കി നിർത്തും. അപ്പം ഞാനത് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കൊണ്ട് ചുറ്റി കെട്ടി നന്നായിട്ട് വെച്ചേക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു കവർ ഇട്ടിട്ട് ഞാൻ ശരിക്കും കെട്ടി കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ 2 കമ്പുണ്ട്. 2 കമ്പും ഞാനിടുമ്പോൾ തന്നെ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ്. അപ്പം സക്സസ് ആവുമെന്ന് അറിയാമല്ലോ. ഞാനിങ്ങനെ വേറെയും കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്തവണ ഞാൻ മണ്ണുത്തിൽ പോയി ഗ്രാഫ്റ്റിങ് പഠിച്ചതാണ് കേട്ടോ. അപ്പം പഠിച്ചിട്ട് ഞാൻ എങ്ങും പോയി വേറെ ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് സക്സസ് ആക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അടീനിയൊക്കെ ചെയ്ത് കറക്റ്റാക്കി എനിക്ക് സക്സസ് ആയതാണ്. അപ്പം ഞാനിത് ബോഗൻവില്ല പരീക്ഷിക്കുകയാണ്. ഓരോന്നും പരീക്ഷിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ കേട്ടോ. അപ്പം സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് കാണാമല്ലോ. അപ്പം 2 ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ശരിക്കും വയലറ്റ് കളറുമേ വൈറ്റ് കളറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് നല്ലൊരു മുറ്റത്ത് തന്നെയാണ് കേട്ടോ. മുറ്റത്ത് നല്ലൊരു പൂമരം. അപ്പോൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത കത്തി ഇതാണ് കേട്ടോ. ഞാൻ മണ്ണൂറ്റിയിൽ നിന്ന് വാങ്ങിയ കത്തിയാണത്. അപ്പോൾ അത് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ സക്സസ് ആവുമ്പോൾ കാണിക്കാം കേട്ടോ.